വെരി ഗുഡ് മോർണിംഗ് SKN. നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള തീയതി നിശ്ചയിച്ചിരിക്കുന്നു. ഇതിനായുള്ള നിർദ്ദേശം പ്രോസിക്യൂട്ടർ ജയിൽ അധികൃതർക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വന്ന റിപ്പോർട്ട്. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോഴും ഒരു പ്രതീക്ഷയ്ക്ക് അവസരമുണ്ട് എന്നുള്ളത് തന്നെയാണ് നിലവിലെ സാഹചര്യവും. പ്രത്യേകിച്ചും ഈ നിമിഷപ്രിയയ്ക്ക് നിയമപരമായുള്ള എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എങ്കിൽ പോലും നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ ഇപ്പോഴും ഈ കൊല്ലപ്പെട്ട യമനി പൗരൻ തലാൽ അബ്ദു മഹദിയുടെ കുടുംബാംഗങ്ങളുടെ തീരുമാനത്തിലൂടെ കഴിയും. അവരുമായി ഈ ദയാധനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന യമനിലുള്ള ഇന്ത്യൻ പൗരൻ ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചിരിക്കുന്നു. സാമുവൽ ജെറോം നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഈ യമനി പൗരൻ്റെ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ ഒരു ഓഫർ വെച്ചിട്ടുണ്ട്. $1 ബില്യൺ അടക്കമുള്ള ഒരു ദയാധന പാക്കേജാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൽ ഈ തലാലിൻ്റെ കുടുംബത്തിലെ ഭൂരിഭാഗം പേർക്കും അതിനോട് അനുഭാവപൂർവമായ ഒരു സമീപനമാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ കുടുംബം ഇതുവരെയും അത് വാങ്ങി മാപ്പ് നൽകാം എന്നുള്ള ഒരു മറുപടി നൽകിയിട്ടില്ല. എന്നാൽ സാമുവൽ ജെറോം ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ യാത്ര തിരിച്ചിട്ടുണ്ട് യമനിലേക്ക്. ഇന്ന് യമനിലെത്തി ഈ കുടുംബാംഗങ്ങളുമായി തുടർ ചർച്ചകൾ നടത്തി അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരും എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം